എല്ലാവർക്കും നമസ്കാരം. +2 മാത്തമാറ്റിക്സിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് മസ്റ്റായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട കുറച്ച് മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ മോഡൽ എന്തായാലും 100% എക്സാമിന് കാണും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ നാളെ എക്സാമിനേഷൻ നോക്കിയോ, ഈ മോഡൽ ഓഫ് ചോദ്യം അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് കാണും. കാരണം ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഡൽസാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ചോദ്യങ്ങളുടെ എല്ലാ ആൻസേഴ്സും നമ്മുടെ 3.5 മണിക്കൂറിൻ്റെ മാരത്തോൺ വീഡിയോയിലും പിന്നെ നമ്മൾ വെക്റ്റേഴ്സിൽ നിന്നുള്ള വെക്റ്റേഴ്സ് ആൻഡ് 3D 40 മിനിറ്റ് കൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞ ആ വീഡിയോയിലും എല്ലാം തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് പഠിച്ചോണം കേട്ടോ. ആദ്യമേ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, ഇതേപോലെ രണ്ട് പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f' x ഈസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. f' x 0 ആണെങ്കിലാണ് ഇൻക്രീസിങ്. പിന്നെ എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാൻ പറയും. ആ 3.5 മണിക്കൂറിൻ്റെ വീഡിയോക്കകത്ത് ഇത്രയിലെ ഒരുപാട് ക്വസ്റ്റ്യൻ, ഇൻ്റർവെല്ല് കണ്ടുപിടിക്കുന്ന ചോദ്യവും ഇൻക്രീസിങ് ആണോ അല്ലേ എന്ന് പറയുന്ന ചോദ്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലയോ? പിന്നെ ചോദിക്കുന്നത് ഇതാണ്, ഒരു പ്രോപ്പർട്ടി ഓഫ് ഇൻ്റഗ്രേഷൻ മുകളിൽ തരും 1 മാർക്കിന്, അതിനുശേഷം ആ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ ഇവിടെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് എടുത്തേക്കുന്നത്. ഇൻ്റഗ്രൽ 0 to a f of a minus x dx എന്ന് പറയുന്നത് എന്തുവാ? ഇൻ്റഗ്രൽ 0 to a f of x dx ആണ് എന്ത്? ഇൻ്റഗ്രൽ 0 to a f of a അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് അഥവാ a minus x dx. അപ്പോൾ ഓപ്ഷൻ സി 0 to a f of x dx ആണ് ആൻസർ വരിക. ഇനി ഇതൊരു ഫംഗ്ഷൻ f of x, താഴെ അതേ ഫംഗ്ഷൻ ഇവിടെ വരുന്നത് f ഓഫ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് π/2 മൈനസ് എക്സ് ആണെങ്കിൽ സൈൻ ഓഫ് 90 മൈനസ് എക്സ് ആണ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ പറയാം. എന്താണ്? b മൈനസ് a/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2 π/2 മൈനസ് 0/2 π/4 വരും ആൻസർ. മോളിൽ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ i എന്ന് പേരിട്ട് വിളിക്കണം. എന്നിട്ട് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ കോസ് ആവും അല്ലേ, കോസ് സൈൻ ആവും. എന്നിട്ട് ഐയും കൂടെ കൂട്ടുമ്പോൾ 2i = 2 എന്ന് പറഞ്ഞ് 0 to π/2 1 കിട്ടും. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് 2i = π/2 എന്ന് കിട്ടും. അവിടുന്ന് x = π/4 കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് ഒരു 100% നിങ്ങൾക്ക് എഴുതി വെക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇതേപോലെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വരും. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് y into integrating factor is equal to integral of q into integrating factor into dx. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ 3.5 മണിക്കൂർ വീഡിയോൻ്റെ അവസാനത്തെ പാർട്ട് കണ്ടാൽ മതി. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് കൂടുതൽ എക്സാമ്പിൾസും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടേ പോകാവൂ. ഉറപ്പായിട്ടും ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനോ ഉള്ളതുമായ ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേണ്ട a⁻x ഡെറിവേറ്റീവ്. a⁻x ഡെറിവേറ്റീവ് എന്താണ്? a⁻x log a ആണ് അല്ലേ. പിന്നെ ലോഗരിതം വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ പാർട്ടായിട്ട് ചോദിക്കും x⁻y y⁻x ആണെങ്കിൽ dy/dx എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പം രണ്ടിടത്തും ലോഗ് എടുക്കുക. log x⁻y = log y⁻x, y log x = x log y. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് dy/dx കണ്ടുപിടിക്കാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ മാരത്തോൺ വീഡിയോയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് കണ്ടു പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മോഡൽ പക്കയാണേ, ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്തതായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ സ്ഥിരം, നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഓർഡർ ഡിഗ്രി എഴുതാൻ ചോദിക്കും. ഓർഡർ എന്ന് പറയുന്നത് ആ ഡിഫറൻഷ്യൽ ടേമിൻ്റെ ഹയസ്റ്റ് പവറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. അതായത് ഡിഫറൻഷ്യൽ ടേം ഇപ്പോൾ dy/dx, ഇപ്പോൾ അവിടെ ഓർഡർ 1 ആണ്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. d²y/dx², അപ്പോൾ അവിടെ ഓർഡർ 2 ആണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. d²y/dx² വരികയാണെങ്കിൽ ഓർഡർ 2 ആണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓർഡർ 2 ആണ്. ഇവിടെ ക്യൂബ് ആണേ, ഇത് ക്യൂബ് ആണ് കേട്ടോ, d³ ആണേ. അപ്പോൾ അവിടെ ഓർഡർ വരുന്നത് 3 ആണ്. ഓർഡർ എന്താണ്? 3. ആ ഓർഡർ എഴുതിയ ടേമിൻ്റെ പവറിനെ d³ ആണ്. ഓർഡർ എഴുതിയ ടേമിൻ്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഓർഡർ എഴുതിയ ടേമിൻ്റെ പവർ ആരാ? 2. സോ
ഓപ്ഷൻ സി 2 ആണ് ആൻസർ വരിക. ഓർഡറിൻ്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഓർഡറും ഡിഗ്രിയും ബോത്ത് ആർ കമ്മിങ് ഫ്രം എ സിംഗിൾ ടേം. അത് നമ്മുടെ മനസ്സിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ഓർഡറും ഡിഗ്രി എഴുതുന്നതാണ് ഒരു സിംഗിൾ ടേമിൽ നിന്നാണ്. പിന്നെ വേണ്ട നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യനാണ്, ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് വേരിയബിൾ സെപ്പറബിൾ ത്രൂ ഔട്ട് tan x ഇൻറ്റു tan y കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യനാണ്. പിന്നെ വേണ്ട നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്ന്, ഇതേപോലെ ഒരു ഇക്വേഷൻ തന്നിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x 3x മൈനസ് y ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ് 10 5. അവിടുന്ന് 2x മൈനസ് y ഈസ് ഈക്വൽ ടു 10, 3x പ്ലസ് y ഈസ് ഈക്വൽ ടു 5. രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കാം. പിന്നെ ചോദിക്കുന്നത് ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ചോദ്യം. എക്സ്പ്രസ് ദ ഗിവൺ മെട്രിക്സ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇത് എ ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം നമ്മൾ? എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കൂട്ടുക, പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇയാളാണ് സിമെട്രിക് മെട്രിക്സ്, ഇയാളാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സെറ്റാണേ. ഈ വാല്യൂസ് ഇങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചോദ്യം തന്നെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. ഈസി ആയിട്ടൊരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ വേണ്ട അടുത്തൊരു ടൈപ്പ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്ന 3 മോഡൽസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. ഇത് 3 നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്താൽ സൈൻ എം എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. മൈനസ് കോസ് എം എക്സ്, അകത്തുള്ള എം എക്സിൻ്റെ ഡെറിവേറ്റീവ് എം കൊണ്ട് ഹരിക്കണം പ്ലസ് സി. വേണ്ട ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം? ഇൻ്റഗ്രൽ 1/√x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2വിനെ 1 + 1 എന്ന് എഴുതണം. എന്നിട്ട് വേണ്ട ആദ്യത്തെ 3 പേര് ചേർന്നുകൊണ്ട് എന്താവും? എക്സ് പ്ലസ് 1ൻ്റെ സ്ക്വയർ ആവും പ്ലസ് 1. ഇതെന്താണ്? 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് സി. ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. tan ഇൻവേഴ്സ് x പ്ലസ് 1 പ്ലസ് സി വരും ആൻസർ. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, വേണ്ട അടുത്ത വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. x പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2വിനെ നമ്മൾ എങ്ങനെ മാറ്റണം? a/x പ്ലസ് 1 പ്ലസ് b/x പ്ലസ് 2 എന്ന് മാറ്റി ഈ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എയും ബിയും കണ്ടുപിടിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ മാരത്തോൺ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ക സെറ്റാണ് അതെല്ലാം. ഓക്കെ, പിന്നെ നാളത്തെ എക്സാമിന് 100% ഷുവർ ആയിട്ട് ഉറപ്പിക്കാവുന്ന മറ്റൊരു ചോദ്യം, 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് കാർട്ടീഷ്യൻ ഫോമിലാണ്. വെക്ടറിലേക്ക് മാറ്റിയതിന് ശേഷം b1 ഡോട്ട് b2 ബൈ കോസ് തീറ്റ ഈക്വൽ ടു b1 ഡോട്ട് b2 ബൈ മോഡ് b1 മോഡ് b2 ആണ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്. ക്ലിയർ ആണേ? ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ചോദിക്കുന്ന എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് റിപ്പീറ്റഡ് വൺ, 2 ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്താണ് ഡിസ്റ്റൻസ്? a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. ഇതാണ് 2 ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ലൈൻസ്. ഇത് a1, ഇത് b1, ഇത് a2, ഇത് b2. ഓക്കെ, കാര്യങ്ങളിലൊന്നും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് അങ്ങോട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക, കിട്ടും ഈസി ആയിട്ട് 4 മാർക്ക്. ഓക്കെ, സോ ഇത്രയും മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മസ്റ്റായിട്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് മോഡൽസ്. അപ്പോൾ ഈ മോഡൽസ് എല്ലാം നോക്കിയിട്ടേ നാളത്തെ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതുക. മാരത്തോൺ വീഡിയോ പിന്നെ എക്സാമിനേഷൻ സ്പെഷ്യലായിട്ട് തന്ന എല്ലാ വീഡിയോസും മാക്സിമം പ്രയോജനപ്പെടുത്തി ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ വീണ്ടും ഉപകാരപ്രദമായ ക്ലാസ്സുകൾ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.